ഹായ് പാരപ്പടിയിട്ട് ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഗസ്റ്റ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗസ്റ്റ് വരുന്നേക്കാളും മുമ്പായിട്ട് ഞാൻ വേഗം ചായ കുടിക്കായിരുന്നത്. വേറെ ഒന്നല്ല, വീടൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയിടും വേണം. അപ്പോൾ ഞാൻ പൊതുവേ ചായക്കാളും ഇഷ്ടം എനിക്ക് കാപ്പിയാണ്. അപ്പോൾ ഞാൻ കാപ്പി വേഗം ഉണ്ടാക്കാൻ പാല് തിളപ്പിച്ച് കാപ്പിപ്പൊടിയുടെ ഞാൻ ചെറിയ പാക്കറ്റുകളും ആട്ടെ വാങ്ങാം. വേറെ ഒന്നല്ല, ബോട്ടിൽ വാങ്ങി എങ്ങാനും അത് ലൂസാക്കിയിട്ട് അടച്ചു കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും, പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ പാക്കറ്റുകൾ വാങ്ങിയിട്ടാട്ടാ ഞാൻ കാപ്പിപ്പൊടിക്ക് ഇങ്ങനത്തെ പാക്കറ്റുകൾ വാങ്ങാറുള്ളൂ. അങ്ങനെ ഞാൻ കാപ്പിയും പിന്നെ കാലത്ത് ഉണ്ടാക്കിയ ഇത്തിരി ഉപ്പുമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പുമാവും സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും കൂട്ടിയിട്ട് ഞാൻ വേഗം കാപ്പി കുടിക്കാൻ പോവാം കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒതുക്കിയിടും വേണം വീട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേഗം കാപ്പി കുടിക്കണതാണ്. പിന്നെ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ആരെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ സെറ്റി ബാഗ് വേറെ ഒന്നല്ല സോഫ സെറ്റിയുടെ ആ കവറുകളൊക്കെ താഴ്ത്തി വീണെടുക്കും. അപ്പോൾ ഞാൻ അതിനൊരു എളുപ്പവഴി കണ്ടുപിടിച്ചതാട്ടെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്കായാലും അത് യൂസ്ഫുള്ളായിരിക്കും എന്തായാലും. അപ്പോൾ നമ്മുടെ സെറ്റിയുടെ ബാക്കിൽ നല്ലൊരു പശ വെച്ചിട്ട് ഞാൻ ഈ വെൽക്രോയുടെ ഒരു ഭാഗം ഞാൻ അത് ഒട്ടിച്ചു. അതിനുശേഷം വൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു സാറ്റൻ്റെ ഒരു തുണി കൂടി ഇടുന്നുണ്ട്. അപ്പം അതിന്മേൽ മറുവശം ഞാൻ തയ്ച്ചിട്ട് അത് മുട്ടിച്ചു. ഇനിയിപ്പോൾ തയ്ക്കാൻ അറിയാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് തയ്ക്കാൻ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ടൈലറിൻ്റെയിലും കൊടുത്താലും മതി കേട്ടോ, അവർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നോളൂ. ഈ വെൽക്രോയും വാങ്ങി കൊടുത്താൽ മതി. അങ്ങനെ ഞാനിങ്ങനെ ഒട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മുടെ സെറ്റി ബാഗുമേയും ഒരു സൈഡ് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും കേട്ടോ. അപ്പോൾ അത് നീറ്റായിട്ട് അവിടെ ഇരുന്നോളും. ആര് വന്നാലും ഇരുന്നാലും കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളിടത്ത് അത് നീറ്റായിട്ട് ഇരിക്കില്ല. അപ്പോൾ അത് നീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തോളൂ. പിന്നെ ഗസ്റ്റൊക്കെ എത്തി. ഗസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞാറ്റ മാളൂസ് ആട്ടാ. പിള്ളേർ ഗീവ് അവേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗിഫ്റ്റും കൊണ്ട് കുഞ്ഞാറ്റ മാളൂസ് ആ കുട്ടിയും ചെറിയ കുട്ടിയും അമ്മയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ അവർ പോണ സമയത്ത് നല്ല മഴയായിരുന്നു. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയി. അങ്ങനെ മൂത്ത മോള് ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചു. ഗിഫ്റ്റ് ഒരു ലാമ്പായിരുന്നു കേട്ടോ. ലാമ്പിൻ്റെ ചാർജ് ചെയ്യാനായിട്ട് ഈസി ആയിട്ടുള്ളതാണ്. ബാറ്ററി അല്ല, നമ്മുടെ ഫോണിൻ്റെ ചാർജർ കൊണ്ട് അത് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ ലാമ്പ് താഴ്ത്താനും മുകളിലേക്ക് ആക്കാനും ഒക്കെ പറ്റും. അപ്പോൾ പഠിക്കാനും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ അത്രയ്ക്കുള്ള ഇന്നത്തെ വ്ളോഗ്. ഓക്കെ, ബൈ.